ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ എല്ലാ ദിവസവും വരുന്നത് കേട്ടോ. ഇന്ന് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നതുണ്ടല്ലോ, നല്ല ഒരു കുഷൻ കവറും ആട്ടോ. ഇതിനകത്ത് മൈക്രോ ഫൈബർ ഉള്ള കുഷൻസ് ആണ് നമ്മുടെ മാഗ്നിസ്കേപ്സിലുള്ളത്. ഇത് കണ്ടോ, ഇതിന്റെ കുഷൻ കവർ കണ്ടോ, നല്ല ഭംഗിയിൽ ഇതുപോലെ ഫ്രിൽസ് ഒക്കെ പിടിപ്പിച്ച നല്ല ഭംഗിയായിട്ട് ഒരു കുഞ്ഞു പൂക്കളോട് കൂടിയ നല്ലൊരു പ്രിന്റ് ആയിട്ട് നല്ലൊരു എല്ലാ കളേഴ്സിനും മാച്ച് ആകുന്ന സോഫയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കളേഴ്സിനും ഇത് മാച്ച് ആവും. അപ്പൊ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള കുഷൻ കവേഴ്സ് മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുഷൻസും അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഉള്ളത് ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള കിച്ചൺ ടവൽസ് ആണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ കിച്ചൺ ടവലായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വല്ലയിടത്ത് ഹാങ് ചെയ്യാം. ഞാനിത് കണ്ടപ്പോഴേ എന്താ ചെയ്തതെന്ന് അറിയാമോ, ഞാൻ ഇതിനകത്ത് ഇതുപോലെയാണല്ലോ ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്തെടുത്തപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഇത് കാണാനേ. യൂഷ്വലി നമ്മുടെ അകത്ത് സൈഡിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതുപോലെ വരുമ്പോൾ നമ്മുടെ ഫുൾ പ്രിന്റ് ഒക്കെ കാണാം, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ നല്ല ഓപ്ഷൻസ് ആണ്. പിന്നെ വേണമെങ്കിൽ ഇതൊക്കെ ഭയങ്കര വില കുറച്ച സാധനങ്ങളാണ്. പിന്നെ ലഞ്ച് ബോക്സ് ഒക്കെ പൊതിഞ്ഞ് വിടാം. ഇനി അവധിയാണ്, എന്നാലും നമ്മൾ സമ്മർ ക്യാമ്പിൽ പോകണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമേ. ഇനി ഉള്ളത് ഇതുപോലെ ബോക്സ് പാക്കിങ്ങിലുള്ള നല്ല ക്യൂൺ സൈസ് കിങ് സൈസ് ബെഡ്ഷീറ്റ് അവൈലബിൾ ആണ്. അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, ബോക്സിനകത്ത് ഓപ്പൺ ചെയ്യാത്തത്. നമുക്ക് ചില ആൾക്കാർക്കുണ്ടല്ലോ ഇത് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ഇതുപോലെ ഇരിക്കുന്ന ആട്ടോ ഇഷ്ടമേ, അതുകൊണ്ടാണ്. ഇതെല്ലാം നല്ല ലൈറ്റ് വെയിറ്റ് സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ട്, കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ലൈറ്റ് വെയിറ്റ് കംഫർട്ടേഴ്സ് നല്ലതായിരുന്നു എന്ന്. എനിക്കറിയാം നല്ലതാണ്, പക്ഷെ എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. കംഫർട്ടർ ലൈറ്റ് വെയിറ്റിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കിട്ടുന്ന സാധനമാണ് കേട്ടോ. ഇത് കണ്ടോ, അതായത് ഇതിനകത്ത് മൈക്രോ ഫൈബർ തന്നെയാണ്, പക്ഷെ അത് ചില മൈക്രോ ഫൈബർ ഫില്ലിങ്സിന് മാറി മാറി പോകും. പക്ഷെ ഇതെല്ലാം വളരെ അഫോർഡബിൾ ആണ്. അത് തന്നെയല്ല, ക്വാളിറ്റി വൈസ് നല്ല രസമാണ്. റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രിന്റ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള നല്ല രസത്തിലുള്ള കംഫർട്ടേഴ്സും മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. കിങ് സൈസിലും പിന്നെ സിംഗിളും അങ്ങനെ പല പല സൈസസിൽ അവൈലബിൾ ആണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. 100% അല്ല, 95% കോട്ടണും 5% മിക്സ് ആയിട്ടുള്ള ഇതുപോലെ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ള നല്ല ഇംഗ്ലീഷ് പ്രിന്റ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇത്. എന്താ പറയുന്നത്, നല്ല രസമാണ്. വിരിച്ചിട്ടാലും അല്ലെങ്കിൽ ഒക്കെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമല്ലേ. ഒരു ദിവസം നമ്മുടെ ലൈഫിൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴില്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ ചില ദിവസങ്ങൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കും കേട്ടോ. മടി ഒരു തെറ്റാണോ? അല്ല. അപ്പം ലൈക്ക് അത് കഴിഞ്ഞ് നമ്മളെല്ലാം ചെയ്ത് നമുക്ക് ബെഡൊക്കെ വിരിച്ച് നല്ല വൃത്തിയായിട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. പിന്നെ നമ്മൾ പയ്യെ തൂങ്ങി പയ്യെ അടുക്കളയിലൊക്കെ ചെന്ന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സന്തോഷം വരും. അത് ബെഡ്ഷീറ്റ് വിരിക്കാൻ നമ്മൾ കുഞ്ഞുങ്ങളെ ഈ സ്കൂൾ അവധിക്ക് നമ്മൾ ഈ സമ്മർ ക്യാമ്പിലൊക്കെ കുഞ്ഞുങ്ങളെ വിടണം. എന്നിരുന്നാലും ചില കുഞ്ഞുങ്ങൾക്ക് ഈ ബെഡൊക്കെ വിരിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അതിപ്പോൾ ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും ഭയങ്കര മടിയാണ്, അവർക്ക് ലേസിയാണ്. ബാക്കി എല്ലാ കളിത്തും അവർ മെടുക്കരാ. അപ്പം ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം നമ്മൾ അവരെ പഠിപ്പിക്കണം കേട്ടോ. കാരണം ആദ്യം തന്നെ പോയി സമ്മർ ക്യാമ്പിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. മീൻസ് വേറെ ഒന്നും ചെയ്യത്തില്ല, അവരെ ഒരു കാര്യത്തിന് മാത്രം മീൻസ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്യത്തില്ല. അവര് ലൈക്ക് ക്രിക്കറ്റ് കളിക്കാനും മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല മിടുക്കരാ. പക്ഷെ ബേസിക് ആയിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യാനും നന്നായിട്ട് എന്താ പറയുന്നത് ബെഡ് വിരിക്കാനും അതൊക്കെ നമ്മൾ പേരൻസ് കുഞ്ഞുങ്ങളെ കുഞ്ഞാകുമ്പോൾ തന്നെ ട്രെയിൻ ചെയ്യണം, എന്നാലേ അത് നടക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് ഇച്ചിരി പാടാണ്. കുറച്ചാൾ കഴിയുമ്പോൾ അവർ പറയുന്നത് അമ്മ എന്താ എന്നെ ഇതൊന്നും പഠിപ്പിച്ചില്ലേന്ന്, അമ്മയ്ക്ക് വേറെ പണിയില്ലേ, അമ്മ എന്നെ നോക്കിയില്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ അതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. നമ്മൾ കൊച്ചുമക്കളെ അങ്ങനെ പഠിപ്പിക്കണം കേട്ടോ. കൊച്ചുമക്കളെ പഠിപ്പിക്കാൻ ഒത്തിരി ആൻറ്റിമാർക്ക് ഇഷ്ടമാണ്, അതും ഞാൻ പറയണല്ലോ. ഇത് കണ്ടോ, നല്ല രസമായിട്ടുള്ള ഇതൊന്നും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റാണ്. ഇതുപോലെ ഒരു ഷീറ്റ് ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് നന്നായിട്ട് എന്താ പറയുന്നത്, ലൈഫ് നല്ല കളർഫുൾ ആണ്. അറ്റ് ദ സെയിം ടൈം ലൈഫിൽ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഫീൽ തോന്നില്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നി. നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി അതിനെ കണ്ടപ്പം കേട്ടോ. ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, ക്യൂൺ സൈസ് ആയിരുന്നു. അത് 90x100 ഇഞ്ചസ് ആണ് അതിൻ്റെ സൈസ് വരുന്നത്. പില്ലോ കവന് 17x27 ആണ് സൈസ് വരുന്നത് കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ 695ന്റെ നല്ല ബെഡ്ഷീറ്റാണ്. ഡെയിലി യൂസിന് പറ്റുന്ന 697
695 രൂപ വിത്ത് 2 പില്ലോ കവേഴ്സ് ഉണ്ട്. അങ്ങനെ പില്ലോ കവർ ഉണ്ടോ മോളെ ഈ 695 രൂപയ്ക്ക് എന്ന് ചോദിക്കുന്നവർക്ക് വീഡിയോ ആക്ച്വലി മുഴുവൻ കാണുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ പറയുന്നുണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സും ഇതിനകത്തുണ്ടെന്ന്. അതൊരു തെറ്റൊന്നുമല്ല, നമ്മളോട് എന്തും ചോദിക്കാം. കാരണം വെച്ചാൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ കാണുമ്പോഴില്ലേ, നമ്മൾ ഓൺലൈനിലല്ലേ മേടിക്കുന്നത്, പിന്നെ ഇവിടെ വന്ന് തൊട്ട് നോക്കിയാലല്ലേ ഇതെല്ലാം കാണാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നോക്കുമ്പോഴില്ലേ എന്ത് സംശയം ഉണ്ടെങ്കിലും മാഗ്നിസ്കേപ്സിലെ ഓൺലൈൻ നമ്പർ രാവിലെ ഒരു 10:15 തുടങ്ങി വൈകുന്നേരം ഒരു 6:15 വരെ നമ്മൾ ഓപ്പൺ ആയിരിക്കും. മീൻസ് ലൈക്ക് ഓൺലൈൻ നമ്പേഴ്സ് കേട്ടോ. ആ ഒരു നമ്പർ മാത്രമല്ലേ. പിന്നെ നമ്മുടെ മാഗ്നിസ്കേപ്സ് 7 മണി വരെ ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഇത് 2 വലിയ പില്ലോ കവേഴ്സ് ആണ്. അപ്പം നമ്മുടെ ഈസ്റ്റർ ഉണ്ടല്ലോ, ഇനി ഏപ്രിൽ 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ഈസ്റ്ററിൻ്റെ ടൈമല്ലേ, അത് കഴിഞ്ഞ് ഒത്തിരി ഹൗസ് വാമിംഗ് ഉണ്ടാവും, ഒത്തിരി കല്യാണങ്ങളുണ്ടാവും. അപ്പോൾ ഈസ്റ്ററിന് ഇപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിച്ചു സൺഡേ നമ്മൾ ഓപ്പൺ ആണോ എന്ന് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയുകയാണ്, നെക്സ്റ്റ് 3 വീക്സ് സൺഡേ നമ്മൾ രാവിലെ 10 മണി തുടങ്ങി 5 മണി വരെ ഓപ്പൺ ആയിരിക്കും കേട്ടോ. ഈ ഈസ്റ്റർ പ്രമാണിച്ച് മാത്രം, കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചുകൊണ്ട് മാത്രം കേട്ടോ. അപ്പോൾ 10 മണി തുടങ്ങി 5 മണി വരെ നമ്മളിവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാവരും നോക്കണം, അത് മറന്നു പോകരുത്. അല്ലാത്ത ദിവസം മാഗ്നിസ്കേപ്സിൻ്റെ കടയുള്ളത് രാവിലെ 10 മണി തുടങ്ങി 7 മണി വരെയാണ്. ഇത് കണ്ട് എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ല ഗ്രേ കളറിൽ നല്ല പ്രീമിയം ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്, 2 വലിയ പില്ലോ കവേഴ്സ് ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള നല്ല ഒരു പ്രിന്റ് ആണ്. ഇനിയുള്ള പ്രിന്റ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ബേബി ഗേൾസിനൊക്കെ വലിയ ഇഷ്ടം. എനിക്കും ചില സമയത്ത് ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതുണ്ട് നല്ല ഭംഗിയായിട്ട്, അല്ലാത്തവർക്കും ഇത് ഇഷ്ടമാണ്. എന്നാലും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടായിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പിങ്ക് ഷീറ്റ്സ് ഒക്കെ കേട്ടോ. ഇതുണ്ടോ നല്ല ഭംഗിയായിട്ട്, നിങ്ങൾക്ക് അറിയാലോ മാഗ്നിസ്കേപ്സ് സ്ഥിരം കസ്റ്റമേഴ്സിന് അറിയാം, ഇവിടെ വന്നാൽ ഒരു പിങ്ക് ഷീറ്റ് എന്നും കാണും. ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള 695 വിത്ത് 2 പില്ലോ കവേഴ്സോട് കൂടിയ 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ഷീറ്റാണ്. സൈസ് വന്നിട്ട് 90x100 ഇഞ്ചസ് മാഗ്നിസ്കേപ്സ് കടയുള്ളത്. നമ്മൾ വൈറ്റിലേന്ന് കടവന്ത്രയിൽ കാറിൽ വരുക. അപ്പോൾ കാറിൽ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ പില്ലർ നമ്പർ 795 കാണും. അപ്പോൾ പില്ലർ നമ്പർ 795 കാണുമ്പോൾ അവിടെ ഒരു റോഡുണ്ട്, അതാണ് ചെറുപറമ്പത്ത് റോഡ്, സൈഡിലുള്ള റോഡാണ്. അപ്പോൾ അകലെ നോക്കിയാൽ നിങ്ങൾക്ക് HP വേൾഡ് കാണാം, ഒലീവിയ എന്ന് പറഞ്ഞൊരു സംഭവം കാണാം, ലോട്ടസ് കാണാം, ഇതെല്ലാം കാണാം. അപ്പോൾ അതിനിടയ്ക്കുള്ള റോഡാണ് ഈ നമ്മുടെ മാഗ്നിസ്കേപ്സ് വരുന്ന വഴി. അവിടെ നമ്മൾ ഫസ്റ്റ് ക്രോസ് റോഡ് ഒരു 150-200 മീറ്റർ അകലെ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ 2ാമത്തെ ഗേറ്റ് ആട്ടോ മാഗ്നിസ്കേപ്സ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ പതിയെ പറഞ്ഞു തരുന്ന കേട്ടോ. അപ്പം ഇതുപോലെയാണ് നമ്മുടെ കടയിൽ വരേണ്ടത്. അപ്പം നമ്മുടെ വെബ്സൈറ്റിൽ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടാവും. വെബ്സൈറ്റിൽ അവിടെ ഒന്നും കാണുന്നില്ലോ എന്ന് ഓർത്ത് ചില സമയം നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഓൺലൈൻ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. താഴെ കിടക്കുന്ന നമ്പേഴ്സ് നമ്മൾ ഓർഡർ എടുക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. താങ്ക് യു.